നമസ്കാരം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ നെഞ്ചത്തേക്ക് മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ, ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോൾ, ദശലക്ഷക്കണക്കിന് വർഷം മുൻപ് ഒരു അന്ധയായ പ്രവാചക പറഞ്ഞ വാക്കുകളാണ് ലോകത്തെ ഇപ്പോൾ ഭയത്തിലാഴ്ത്തുന്നത്. വിഖ്യാത ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക 2026 കുറിച്ച് പ്രവചിച്ച ആ കറുത്ത നാളുകൾ ഇതാണോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാഹളമാണോ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ മുഴങ്ങുന്നത് എന്ന ഭീകരതയും പരക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ വെറുമൊരു മിസൈൽ ആക്രമണമല്ല നടക്കുന്നത്, മറിച്ച് സർവ്വവിനാശത്തിന്റെ വിത്തുകളാണ് വിതയ്ക്കപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ ഭൂഗർഭ താവളങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആയിരക്കണക്കിന് ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും തൊടുത്തുവിട്ടു കഴിഞ്ഞു. അമേരിക്കയുടെ ഏറ്റവും ആധുനികമായ വിമാനവാഹിനി കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ നിലയുറപ്പിച്ചും കഴിഞ്ഞു. ഈ നിമിഷം പശ്ചിമേഷ്യയിലെ ആകാശം യുദ്ധവിമാനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. 1996 അന്തരിച്ച ബാബ വാങ്കയുടെ പ്രവചനം ഇതോടെ അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണ്. 2026 തുടക്കത്തിൽ കിഴക്കുനിന്നും ഒരു മഹാസമരം ആരംഭിക്കും എന്നായിരുന്നു വാങ്കയുടെ വാക്കുകൾ. ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഭൂമിശാസ്ത്രപരമായി കിഴക്കു മേഖലയിലാണ് ഉള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന തീപ്പൊരി ലോകം മുഴുവൻ പടരുമെന്നും വാങ്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒരറ്റത്തും ഇറാനും സഖ്യകക്ഷികളും മറുവശത്തും അണിനിരക്കുമ്പോൾ, വാങ്ക പ്രവചിച്ച ആ ഗ്രേറ്റ് വാർ ഇതാണോ എന്ന ചോദ്യം ലോകം ഭീതിയോടെ ചോദിക്കുകയാണ്. വെറുമൊരു പ്രാദേശിക യുദ്ധമല്ല വാങ്ക പ്രവചിച്ചത്. ഈ സംഘർഷം യൂറോപ്പിനെ പാടെ തകർക്കുമെന്നും ഒരിക്കൽ സമൃദ്ധമായിരുന്ന ഭൂമി പാഴ്നിലമായി മാറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിലും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഭീകരമായ സംഘർഷങ്ങൾക്കൊടുവിൽ റഷ്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി മാറുമെന്ന പ്രവചനമാണ്. നിലവിൽ ഇറാനൊപ്പം റഷ്യയും ചൈനയും അണിനിരക്കുമ്പോൾ, വാങ്കയുടെ പ്രവചനങ്ങൾ ഓരോന്നായി സത്യമാവുകയാണോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങൾ നേർക്കുനേർ നിൽക്കുന്ന ഈ സാഹചര്യം ഒരു ആണവ ശൈത്യത്തിലേക്ക് നയിക്കുമോ എന്ന ശാസ്ത്രലോകം ഭയപ്പെടുന്നുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട്. യുദ്ധം പടരുന്നതോടെ ലോകത്ത് വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുമെന്നും അവർ ഉറപ്പു പറയുന്നു. പശ്ചിമേഷ്യയിലെ എണ്ണക്കിണറുകൾക്ക് തീപിടിക്കുകയും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തതോടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയ്ക്കാണ് നാം നീങ്ങുന്നത്. അമേരിക്കയും ഇസ്രായേലും ഒരു വശത്തും റഷ്യയും ചൈനയും ഇറാനും മറുവശത്തും അണിനിരക്കുന്നതോടെ ലോകം കൃത്യമായ രണ്ട് ചേരികളായി വിഭജിക്കപ്പെട്ടു കഴിഞ്ഞു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ഭൂമിയുടെ അതിരുകൾ മാറ്റിവരയ്ക്കുന്ന അന്ത്യയുദ്ധമാണോ എന്ന നിരീക്ഷകർ ഭയപ്പെടുന്നുണ്ട്. വാങ്ക പ്രവചിച്ചതുപോലെ ഈ സംഘർഷം ക്രമേണ ലോകമെമ്പാടും പടരുകയും മനുഷ്യരാശിക്ക് തന്നെ പ്രതിസന്ധിയിലാവുകയും ചെയ്യുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.